ഹലോ ട്രേഡേഴ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓട്ടോമേഷൻ ലോകത്ത് ഏറ്റവും പോപ്പുലറായ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇക്വിറ്റി കർവ് കാണിച്ചു തരാൻ സാധിക്കുന്ന രണ്ട് സ്ട്രാറ്റജികളെ കുറിച്ചാണ്. ഈ രണ്ട് സ്ട്രാറ്റജികൾ നിലവിൽ തന്നെ ഒരുപാട് റീറ്റെയിലേഴ്സും ഫണ്ട് ഹൗസുകളും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സ്ട്രാറ്റജി എന്ന്. ഇതിൽ ആദ്യത്തെ സ്ട്രാറ്റജി മാർട്ടിംഗേൽ എന്ന് വിളിക്കുന്ന ഒരു മെത്തേഡാണ്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ ഒരു കാസിനോ ഗെയിമിൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ റെഡിനും ബ്ലാക്കിനും വേണ്ടിയാണ് ബെറ്റ് വയ്ക്കുക. ആദ്യം നമ്മളൊരു 100 രൂപ റെഡിൽ ബെറ്റ് വയ്ക്കും എന്ന് വെച്ചു. അപ്പോൾ അത് നമ്മൾ പക്ഷേ ബെറ്റ് ഫെയിലായി. ബെറ്റ് വിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ കിട്ടും, പക്ഷേ ബെറ്റ് ഫെയിലായി. അപ്പോൾ നമ്മൾ റെഡിൽ വീണ്ടും 200 രൂപ ബെറ്റ് വയ്ക്കും. അത് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 200 രൂപയും പോകും, ആദ്യത്തെ 100 രൂപയും പോകും, 300 രൂപ ലോസ് ആയി. പക്ഷേ ഇത് വിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് 300 രൂപ ഓവറോൾ പ്രോഫിറ്റ് വരും. അപ്പോൾ ഈ നമ്മളുടെ മെത്തേഡ് ലോസിൽ പോകുന്തോറും ഡിപ്ലോയ്മെൻറ്റ് കൂട്ടി ഒറ്റ ട്രേഡിൽ അല്ലെങ്കിൽ 2 ട്രേഡുകളിൽ അത് റിക്കവർ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് ഈ ഒരു മാർട്ടിംഗേൽ എന്ന് വിളിക്കുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ട്രേഡിംഗ് മെത്തേഡിൽ അത് യൂസ് ചെയ്യുക എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അത് പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ കാരണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പം പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ പ്രൈസ് ഇവിടെ ഉള്ളപ്പോൾ ഒരു 0.1 ലോട്ട് ഇവിടെ ബൈ ചെയ്തു. അവിടുന്ന് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് വന്നപ്പോൾ ഇവിടുന്ന് 0.2 ലോട്ട് വീണ്ടും ബൈ ചെയ്തു. പക്ഷേ അവിടെ നിന്നില്ല, അവിടുന്ന് വീണ്ടും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഇവിടെ 4 ബൈ ചെയ്തു, ഇവിടെ 8 ബൈ ചെയ്തു, ഇവിടെ 0.16 ലോട്ട് ബൈ ചെയ്തു. ഫൈനലി ഇവിടുന്ന് മാർക്കറ്റ് ഒരു റിക്കവറി തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്തിരിക്കുന്ന എൻട്രികളും പോരാത്തതിന് ഇവിടുന്ന് എടുത്ത ഈ ഒരു ഹെവി ക്വാണ്ടിറ്റിയും എല്ലാം കൂടി ഈ ഒരു പോയിന്റിൽ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ തന്നെയല്ല മൂവ് ചെയ്യുന്നത് എന്നുള്ള ബേസിക് കൺസെപ്റ്റ് ആണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ അപ്പ് ഡൗൺ ആയി ഇങ്ങനെയാണല്ലോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളുടെ പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വരുമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ആ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ തരുന്നതോടൊപ്പം തന്നെ വലിയ വലിയ അക്കൗണ്ടുകളൊക്കെ ബ്ലോ അപ്പ് ചെയ്ത ചരിത്രമുള്ള സ്ട്രാറ്റജി കൂടിയാണത്. അതിന് കാരണം ചില സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ഒരു റിവേർഷൻ തരാതെ ഒരു ഡയറക്ഷനിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫെയിൽ ആകാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് ഈ കാണുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരുവിധം എല്ലാ സ്ട്രാറ്റജികളും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആകുമ്പോഴാണല്ലോ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് അക്കൗണ്ട് തന്നെ ബ്ലോ അപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ചാർട്ടിൽ നോക്കിയേ, ഇവിടുന്ന് ഒരു സെൽ പൊസിഷൻ ആണ് ചെയ്തത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു ലോട്ട് സെല്ല് ചെയ്തു, ഇത് വീണ്ടും മാർക്കറ്റ് നമ്മുടെ എഗെയിൻസ്റ്റ് പോയി ഇവിടുന്ന് വീണ്ടും 2 ലോട്ട് സെല്ല് ചെയ്തു, വീണ്ടും എഗെയിൻസ്റ്റ് പോയി 3 ലോട്ട് സെല്ല് ചെയ്തു, വീണ്ടും എഗെയിൻസ്റ്റ് പോയി 4 ലോട്ട് സെല്ല് ചെയ്തു. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കയറി പോകുന്തോറും ഇത് ഡബിൾ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് അക്കൗണ്ടിലത്തെ ഫണ്ട് തികയാതെ വരികയും ഓവറോൾ അക്കൗണ്ട് ലിക്വിഡേറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഇതിന് ഒരേ ഒരു നെഗറ്റീവേ ഉള്ളൂ, അതിതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്ട്രാറ്റജി പ്രോഫിറ്റിലാക്കണമെങ്കിൽ റേഞ്ച് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ ആ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെന്താണെന്നുള്ള കാര്യങ്ങൾ അവസാനം നമുക്ക് സംസാരിക്കാം. ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ട്, അതുകൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ മെത്തേഡിലാണ് ഒരു റേഞ്ച് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിനെക്കുറിച്ചും കൂടി സംസാരിക്കാം. ഇപ്പോൾ ഇത് ഒരു ബൈ കണ്ടീഷൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെ തന്നെയാണ് സെൽ കണ്ടീഷനിലും ഇത് വർക്ക് ചെയ്യുക. പ്രൈസ് ഓപ്പോസിറ്റ്, നമ്മളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് പോകുന്തോറും ഇങ്ങനെ സെല്ല് ചെയ്ത് പോയി ലാസ്റ്റ് ഒരു വലിയ സെൽ പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വരികയും എല്ലാ പ്രോഫിറ്റും കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ട്രാറ്റജി ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്ട്രാറ്റജിയെ വിളിക്കുന്നത് ഗ്രിഡ് ട്രേഡിംഗ് സിസ്റ്റം എന്നാണ്. അപ്പോൾ മീൻ റിവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മാർട്ടിംഗേൽ സ്ട്രാറ്റജി ആയാലും ഗ്രിഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയാലും വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ മീൻ റിവേർഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ അപ്പ് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റിവേർട്ട് ചെയ്ത് ഒരു ആവറേജ് പ്രൈസിലേക്ക് വരും എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ആവറേജ് നമ്മൾ സാധാരണ മൂവിങ് ആവറേജ് ഒക്കെ ആയിട്ട് ആ ഒരു പ്രൈസ് ലെവലായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു ആവറേജിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്കറിയാം എന്താണ് ഗ്രിഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഗ്രിഡുകൾ എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഗ്രിഡുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻസ് ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ലൈൻസിനെയാണ് ഗ്രിഡുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഗ്യാപ്പിലായിരിക്കും ഈ ഗ്രിഡുകൾ വരിക. ഇതിപ്പം ട്രേഡിംഗ് വ്യൂവിൽ ഒരു ഓപ്ഷനാണ് ഇത് ഓൺ ഓഫ് ആക്കാവുന്നത് ചാർട്ടിൽ കാണാൻ. പക്ഷേ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വെച്ച്? അതായത് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമുക്ക് ബൈ ട്രേഡുകൾ എടുക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് ബൈ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇതിന് താഴോട്ടുള്ള
ഒരു പർട്ടിക്കുലർ ഗ്യാപ്പുകളിൽ, ഗ്രിഡ് ഗ്യാപ്പുകളിൽ ബൈ ലിമിറ്റ് ഓർഡറുകൾ പ്ലേസ് ചെയ്ത് വെക്കും. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് വന്ന് ഈ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത് പ്രോഫിറ്റിലേക്ക് പോവുകയും ഒരു TPയിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെയുള്ള കണ്ടീഷനിൽ താഴെ 4 ബൈ ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വന്ന് ഈ ബൈ ഓർഡർ എടുത്തു, ഈ ബൈ ഓർഡർ എടുത്തു, ഈ ബൈ ഓർഡർ എടുത്തു, ഈ ബൈ ഓർഡർ എടുത്തു. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് പോകുമ്പോൾ ഓരോ ബൈ ഓർഡറിൻ്റെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഈ ഗ്രിഡ് ട്രേഡിംഗ് ആയാലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ ആദ്യം പറഞ്ഞ മാർട്ടിംഗൽ സ്ട്രാറ്റജിയും ഈ ഗ്രിഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മാർട്ടിംഗലിലാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ തന്നെ ഒരു ബൈ പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യും. അത് ലോസിൽ പോകുന്നതനുസരിച്ച് പുതിയ പൊസിഷൻസ് ഡബിൾ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പോട്ടിന് താഴെയുള്ള ഗ്രിഡ് ഏരിയകളിൽ ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുകയും സ്പോട്ടിന് മുകളിലുള്ള ഗ്രിഡുകളിൽ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി സിമിലർ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വരും. അതുപോലെ മേലേക്ക് പോവുകയാണെങ്കിൽ സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് മാർട്ടിംഗലിലാണെങ്കിൽ ഒരു സിംഗിൾ പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റ് ആണുള്ളത്. കളക്റ്റീവായിട്ട് ഒരു പോയിന്റിൽ എല്ലാ പൊസിഷനും കൂടി എക്സിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഓരോ ഇൻഡിപെൻഡൻറ്റ് ട്രേഡുകൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിറ്റ് ലെവലുകളാണ് ഉള്ളത്. ഇത് ഗ്രിഡ് ട്രേഡിങ്ങിൻ്റെ മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഇവിടുന്ന് സ്പോട്ടിൽ നിന്ന് വന്നു, ബൈ ചെയ്തു, ഇതെല്ലാം എക്സിറ്റ് ചെയ്തു. ഇത് സ്പോട്ടിൽ നിന്ന് മേലേക്ക് പോയി സെല് ചെയ്തു, ഇത് ഓരോന്ന് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. മുൻപേ മാർട്ടിംഗലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മൂവ് ചെയ്യുന്ന മാർക്കറ്റ് കണ്ടീഷൻ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഗ്രിഡിനനുസരിച്ച് സെൽ ഓർഡേഴ്സ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെല് ചെയ്തു, പിന്നെ ഇത് തിരിച്ച് ആ ഒരു ലെവലിലേക്ക്, ആദ്യത്തെ ലെവലുകളിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് അൾട്ടിമേറ്റ്ലി ആദ്യം എടുത്ത പൊസിഷന് ഇപ്പോൾ നമ്മളിതിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഒരു പൊസിഷൻ ലോസിലേക്ക് പോവുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുമുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിലും നമ്മൾ റേഞ്ച് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് സ്ട്രാറ്റജികളിലേക്കും റേഞ്ച് ഫിൽറ്റർ കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. റേഞ്ച് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ റേഞ്ച് അവോയ്ഡ് ചെയ്യാനുള്ള ഫിൽറ്റർ അല്ല, റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ റേഞ്ചിൽ മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഫിൽറ്ററുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാടധികം റേഞ്ച് ഫിൽറ്ററുകളും റേഞ്ച് ഐഡൻറ്റിഫൈയിങ് ടൂളുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് തോന്നിയ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി മുമ്പോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് ടെർമിനോളജികളിൽ ഒന്നാണ്. അതായത് മാർക്കറ്റ് ഒരു റേഞ്ചിലാണ്, അതിന് മേലെയുള്ള മുൻപ് പല പ്രാവശ്യം മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്തിട്ടുള്ള ഏരിയ റെസിസ്റ്റൻസും താഴെ നിന്ന് മേലേക്ക് പുഷ് ചെയ്തിട്ടുള്ള ഏരിയ സപ്പോർട്ടും ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനുള്ളിൽ ഈ പറയുന്ന മാർട്ടിംഗൽ സിസ്റ്റം ആയാലും ഗ്രിഡ് സിസ്റ്റം ആയാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിലേക്കൊരു സ്റ്റോപ്പ് ലോസ് മോഡൽ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഒരു റെസിസ്റ്റൻസിന് മേലെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഷോർട്ട് സൈഡിലേക്കുള്ള പൊസിഷൻ ആണെങ്കിൽ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മെത്തേഡ്. അപ്പോൾ എത്രത്തോളം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഇടയ്ക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. അത്രയും സമയം ഈ ഒരു ഓട്ട് പ്രോഫിറ്റിലായിരിക്കും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ATR ആണ്. ATR എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആവറേജ് ട്രൂ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് ഒരുപാട് ടൂൾസ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഉണ്ട്. ATR ആവറേജ് ട്രൂ റേഞ്ച്, അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിന് ഇടയ്ക്ക് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്ന റേഞ്ച്, അതിൻ്റെ ആവറേജ് അതാണ്. അതായത് ഇപ്പം സാധാരണ നമ്മളെല്ലാ ഇൻഡിക്കേറ്റേഴ്സുകളിലും യൂസ് ചെയ്യുന്ന പോലെ 14 പീരിയഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നിലോട്ടുള്ള 14 ക്യാൻഡിലുകളുടെ ആവറേജ് മൂവ്മെന്റ് ആണ് ATR എന്ന് പറയുന്നത്. അപ്പോൾ ആ ആവറേജ് മൂവ്മെന്റ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സോണിനുള്ളിൽ മാത്രം നിൽക്കുമ്പോൾ ഈ പറയുന്ന 2 മെത്തേഡുകളും യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. രണ്ടും കൂടെ ഒരുമിച്ചല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ATR എത്രത്തോളം നാരോ ആയിരിക്കുന്നു അത്രത്തോളം നമ്മളുടെ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും മാർട്ടിംഗൽ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ ട്രേഡുകൾ പ്രോഫിറ്റിലാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത് മറ്റൊരു മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെൽ സോൺ ബൈ സോൺ ഐഡന്റിഫിക്കേഷൻ ആണ്. സെൽ സോൺ ബൈ സോൺ എന്ന് പറഞ്ഞാൽ സിമിലർ ടു സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏരിയകളും സോണുകളും ഒക്കെ ആയിട്ടാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ലൈനോ ആ ലൈനിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ഏരിയ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സോണുകളാണ്. അപ്പോൾ ഇത് ഒരു ബൈ സോൺ സെൽ സോണിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മളുടെ ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനിടയിൽ ഉള്ള ഭാഗങ്ങളിൽ ഈ പറയുന്ന മാർട്ടിംഗലോ ഗ്രിഡ് സിസ്റ്റോ ഏതായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ ഒരു ട്രേഡിംഗ് അൽഗോരിതവും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് റേഞ്ച് ഐഡൻറ്റിഫിക്കേഷനുള്ള 1-2 നല്ല മെത്തേഡുകൾ. അപ്പോൾ ഇത്തരം റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ബോട്ടുകളാണ്
നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രിഡ് സിസ്റ്റം ആയാലും മാർട്ടിംഗൽ സിസ്റ്റം ആയാലും. ഇത് രണ്ടും തന്നെ ലോകത്താകമാനം ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് സ്ട്രാറ്റജികൾ ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല ഈ ഒരു വീഡിയോ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ അറിവാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 സ്ട്രാറ്റജികൾ മാത്രമായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ ഇനിയുണ്ട്. ഇത്തരം സ്ട്രാറ്റജികളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. പിന്നെ കൂടുതലായി നമ്മൾ ടെക്നിക്കൽ വീഡിയോസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്തരം എക്സ്പ്ലനേഷൻ വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.